തൃശ്ശൂരിൽ ഞാൻ കണ്ടത് എല്ലാ BJP ബോർഡുകളിലും ഒരു ഗ്യാരണ്ടിയെ പറ്റിയാണ്, മോദി ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി പറയുന്നത് തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രിയാണെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ മോദിക്കേ പറ്റും. പഴയ ചാക്കിനേക്കാളും വില കുറഞ്ഞ ഒന്നായി പ്രധാനമന്ത്രിയുടെ വാക്ക് മാറുന്ന അവസ്ഥ സത്യത്തിൽ ദുഃഖകരമാണ്. പക്ഷേ മോദിക്ക് അതും അലങ്കാരമാണ്. ഒരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ കേന്ദ്രമന്ത്രിയാക്കാം എന്ന് പറയുന്ന ഗ്യാരണ്ടി, അത് പറയാൻ മോദിക്കേ പറ്റും. പത്തനംതിട്ടയിൽ അദ്ദേഹം പറഞ്ഞത് പുത്തൻകൂറ്റുകാരനായി അവിടെ എത്തിയ ഒരാൾക്ക് അർഹതപ്പെട്ട പരിഗണന കൊടുക്കുമെന്നാണ്. വേണമെങ്കിൽ കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്താം എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വാഗ്ദാനമാണ് അവിടുത്തെ ഗ്യാരണ്ടി. അദ്ദേഹം എവിടെയൊക്കെ പോകുമോ അവിടെയെല്ലാം ഉണ്ടാകും ഇത്തരം ഗ്യാരണ്ടി. മോദിക്കറിയാം ഒരു ഗ്യാരണ്ടിയും നടപ്പിലാക്കാനുള്ളതല്ല എന്ന്. ഇത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പെരുവഴികളിലും നരേന്ദ്രമോദി പലപ്പോഴായി പറഞ്ഞ ഗ്യാരണ്ടികൾ ചത്തുമലച്ചു കിടപ്പുണ്ട്. ഒന്നാമത്തെ ഗ്യാരണ്ടി, വിദേശങ്ങളിലെ കള്ളപ്പണം മുഴുവനും തിരിച്ചു കൊണ്ടുവന്നു ആളോഹരി പങ്കിട്ട് എല്ലാ അക്കൗണ്ടുകളിലേക്കും 15 ലക്ഷം രൂപ വീതം എത്തിക്കാം എന്ന ഗ്യാരണ്ടിയായിരുന്നു. ആ ഗ്യാരണ്ടിയെപ്പറ്റി അദ്ദേഹം പിന്നീട് കാമായെന്ന് മുൻകിട്ടില്ല. ടിപ്പിക്കൽ ഗ്യാരണ്ടിയാണ് മോദിയുടെ. ഓരോ ഗ്യാരണ്ടിയും ഇങ്ങനെയാണ്. കുറേ വിലപ്പോയ വേറൊരു ഗ്യാരണ്ടി ആയിരുന്നു 2 കോടി തൊഴിൽ, പ്രതിവർഷം 2 കോടി തൊഴിൽ. അതിലൂടെ എല്ലാ ചെറുപ്പക്കാർക്കും തൊഴിൽ കിട്ടും, ഇന്ത്യയിൽ നിന്ന് തൊഴിലില്ലായ്മയെ നാട് കടത്തും എന്നും പറഞ്ഞു. ആ ഗ്യാരണ്ടിക്ക് എന്ത് പറ്റും? എല്ലാ വീടുകളിലും കക്കൂസ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതിക്കും ആ ഗ്യാരണ്ടിക്കും എന്ത് പറ്റും? പൂർത്തിയാക്കിയ ഏകദേശം 60% കക്കൂസുകളിൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ പാവം കൃഷിക്കാർ ഗ്രാമങ്ങളിൽ അവരുടെ കലപ്പയും പഴയ ചാക്കുകളും പഴയ വളച്ചാക്കുകളും പഴയ മോട്ടോറുകളും എല്ലാം വയ്ക്കുന്ന സംഭരണപ്പൊരിയായി മാറി. കാരണം അവിടെ വെള്ളമില്ല. വെള്ളമെത്തിക്കാത്ത കക്കൂസ് അവരായതുകൊണ്ട് ആരെയും കുറ്റം പറയാതെ ആ പാവങ്ങൾ അവിടെ ഇതെല്ലാം വെച്ചുകൊണ്ട് സമാധാനിച്ചിരിക്കും. പക്ഷെ സ്വച്ഛ ഭാരത് അഭിയാൻ പറഞ്ഞ പൊതുവിടങ്ങളിലെ വെളിക്കിറങ്ങൽ തുടരുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി വഴിയിൽ കിടക്കും.